Question number 2 എങ്ങനെ ചെയ്യുമെന്ന് നോക്കാം. Question number 2-ൽ പാസ് ജേണൽ എൻട്രി ഫോർ ദ ഫോളോയിങ് ബുക്സ് ഓഫ് സോണി ട്രേഡേഴ്സ്. അപ്പോൾ സോണി ട്രേഡേഴ്സിന് ഹെഡിങ് എഴുതുക, ജേണലിന് എഴുതുക. 1500 ഡ്യൂ ഫ്രം മോഹൻ ഇസ് നൗ ബാഡ് ഡെറ്റ്. അപ്പോൾ 1500 മോഹൻ തരാനുള്ള ഇപ്പോൾ ബാഡ് ഡെറ്റ് ആയി. അപ്പോൾ നമ്മൾ എഴുതേണ്ട ജേണൽ എൻട്രി എന്ന് പറയുന്നത് ബാഡ് ഡെറ്റ് അക്കൗണ്ട് ഡെബിറ്റ്, ബാഡ് ഡെറ്റ് അക്കൗണ്ട് ഡെബിറ്റ് ടു മോഹൻ അക്കൗണ്ട് എന്നാണ്. ബാഡ് ഡെറ്റ് അക്കൗണ്ട് ഡെബിറ്റ് ടു മോഹൻ അക്കൗണ്ട്. ഇതിൻ്റെ എമൗണ്ട് എന്ന് പറയുന്നത് 1500 വരുന്നത്. ഡെബിറ്റിൽ 1500, ക്രെഡിറ്റിൽ 1500. പിന്നെ ഗുഡ്സ് വർത്ത് 3000 വെയർ ടേക്കൺ ബൈ ദ പ്രൊപ്പറേറ്റർ ഫോർ പേഴ്സണൽ യൂസ്. അടുത്തത് 3000 വാല്യൂ ഉള്ള ഗുഡ്സ് പ്രൊപ്പറേറ്റർ പേഴ്സണൽ യൂസിന് എടുത്തുകൊണ്ട് പോയി. അപ്പോൾ അതെങ്ങനെ വരും എന്ന് വെച്ചാൽ നമ്മൾ ഡ്രോയിങ്സ് അക്കൗണ്ട് വഴിയാണ് എക്സ്പെൻസിനെ കാണിക്കുക. അപ്പോൾ ഡ്രോയിങ്സ് അക്കൗണ്ടാണ് പേഴ്സണൽ അക്കൗണ്ട് എക്സ്പെൻസ്. ഡ്രോയിങ്സ് അക്കൗണ്ട് ഡെബിറ്റ് ടു പർച്ചേസസ് അക്കൗണ്ട്. ഡ്രോയിങ്സ് അക്കൗണ്ട് ഡെബിറ്റ് ടു പർച്ചേസസ് അക്കൗണ്ട്. അതാണ് ജേണൽ എൻട്രി. കാരണം ഓണർ ഗുഡ്സ് എടുത്തുകൊണ്ട് പോയാൽ അത് സെയിൽസ് അല്ല, അത് നമ്മൾ പർച്ചേസസ് അക്കൗണ്ട് വഴിയായിരിക്കും നമ്മൾ റെക്കോർഡ് ചെയ്യുന്നത്. സെയിൽ അല്ലാത്തതുകൊണ്ട് പർച്ചേസ് കുറച്ച് കാണിക്കുകയാണ്. പർച്ചേസ് എന്ന് പറയുന്ന എക്സ്പെൻസ് ആണ്, അതിൻ്റെ ഒറിജിനൽ ബാലൻസ് ഡെബിറ്റ് ആണ്. അപ്പോൾ പർച്ചേസ് നമുക്ക് കുറച്ച് കാണിക്കണമെങ്കിൽ പർച്ചേസിന് നമ്മൾ ക്രെഡിറ്റ് കൊടുക്കണം. അതുകൊണ്ടാണ് ഓണർ ഗുഡ്സ് എടുത്തുകൊണ്ട് പോകുമ്പോൾ പർച്ചേസിന് നമ്മൾ ക്രെഡിറ്റ് കൊടുക്കുന്നത്. അപ്പോൾ ഗുഡ്സ് വർത്ത് 3000 ടേക്കൺ ബൈ ദ പ്രൊപ്പറേറ്റർ ഫോർ പേഴ്സണൽ യൂസ് എന്നുള്ളത് ഡ്രോയിങ്സ് അക്കൗണ്ട് ഡെബിറ്റ് ടു പർച്ചേസസ് അക്കൗണ്ട്. ഇങ്ങനെയാണ് ജേണൽ എൻട്രി വരേണ്ടത്. ഓക്കെ, അടുത്തത് ചാർജ് ഡിപ്രീസിയേഷൻ അറ്റ് 12% പെർ ആനം ഫോർ 3 months ഓൺ മെഷീനറി കോസ്റ്റിംഗ് 40,000. ഇനി നമുക്ക് ഡിപ്രീസിയേഷൻ കാൽക്കുലേറ്റ് ചെയ്യണം. 12% പെർ ആനം ആണ് ഡിപ്രീസിയേഷൻ. അത് 3 monthsലത്തേക്ക്, ഒരു വർഷത്തേക്കാണ് 12%, അത് 3 മാസത്തേക്ക് കാൽക്കുലേറ്റ് ചെയ്യണം നമ്മളോട് പറഞ്ഞേക്കുന്നത്. മെഷീനറിയുടെ കോസ്റ്റ് 40,000 എന്നും. അപ്പോൾ അതെങ്ങനെ കാൽക്കുലേറ്റ് ചെയ്യാം? അപ്പോൾ 3 മാസത്തെ ഡിപ്രീസിയേഷൻ നമുക്ക് ആദ്യം കാൽക്കുലേറ്റ് ചെയ്യാം. 40,000 ആണല്ലോ കോസ്റ്റ്. 40,000 ഇൻറ്റു 12%. അപ്പോൾ 12/100 ഇൻറ്റു 3/12. അപ്പോൾ ഇത് സോൾവ് ചെയ്യുമ്പോഴാണ് നമുക്ക് എത്രയാണ് ഡിപ്രീസിയേഷൻ എന്നുള്ളത് കിട്ടുന്നത്. ഓക്കെ, അപ്പോൾ ഇവിടെ 12ഉം 12ഉം കട്ടായി പോവും, സീറോസ് കട്ടായി പോവും. ഇപ്പോൾ 4 × 3 12. 1200 ആണ് നമുക്ക് വരുന്ന എമൗണ്ട്, ഡിപ്രീസിയേഷൻ എമൗണ്ട്. അപ്പോൾ നമ്മൾ എങ്ങനെ എഴുതുമെന്ന് വെച്ചാൽ ഡിപ്രീസിയേഷൻ അക്കൗണ്ട് ഡെബിറ്റ് ടു മെഷീനറി അക്കൗണ്ട്. ഡിപ്രീസിയേഷനാണ് എക്സ്പെൻസ്. ഡിപ്രീസിയേഷൻ അക്കൗണ്ട് ഡെബിറ്റ് ടു മെഷീനറി അക്കൗണ്ട്. ഡിപ്രീസിയേഷൻ അക്കൗണ്ട് ഡെബിറ്റ് ടു മെഷീനറി അക്കൗണ്ട്. അപ്പോൾ എഴുതുമ്പോൾ ഈ 1200 എന്നുള്ള എമൗണ്ടാണ് ഡെബിറ്റിലും ക്രെഡിറ്റിലും എഴുതേണ്ടത്. പിന്നെ ഈ ഒരു കാൽക്കുലേഷൻ നറേഷനിൽ എഴുതി കാണിച്ചാൽ മതി. ഈ കാൽക്കുലേഷൻ 40,000 ഇൻറ്റു 12/100 ഇൻറ്റു 3/12 എന്നുള്ളത്. അടുത്തത് ഔട്ട്സ്റ്റാൻഡിങ് സാലറി അറ്റ് ദ ഇയർ എൻഡ് 2500. ഔട്ട്സ്റ്റാൻഡിങ് സാലറി എന്ന് പറഞ്ഞാൽ നമ്മൾ സാലറി കൊടുക്കാനുണ്ട്. അപ്പോൾ അവസാനത്തെ മാസത്തെ നമ്മൾ യൂഷ്വലി നെക്സ്റ്റ് മന്തിലായിരിക്കും കൊടുക്കുക. ബുക്സ് ക്ലോസ് ചെയ്യുന്ന മന്തിലെ സാലറി നെക്സ്റ്റ് മന്തിലേ കൊടുക്കുകയുള്ളൂ. അപ്പോൾ അത് കൊടുക്കാനുണ്ട് എന്ന് പറഞ്ഞിട്ട് ഔട്ട്സ്റ്റാൻഡിങ് ആയിട്ട് നിൽക്കും. അത് നമ്മൾ എങ്ങനെ എഴുതുമെന്ന് അറിയാമോ? സാലറി എന്ന് പറയുന്ന എക്സ്പെൻസിനെ ആദ്യം നമ്മൾ ഡെബിറ്റ് ചെയ്യും. സാലറി അക്കൗണ്ട് ഡെബിറ്റ് ടു ഔട്ട്സ്റ്റാൻഡിങ് സാലറി അക്കൗണ്ട്. ഔട്ട്സ്റ്റാൻഡിങ് സാലറി അക്കൗണ്ട്. സാലറി അക്കൗണ്ട് ഡെബിറ്റ് ടു ഔട്ട്സ്റ്റാൻഡിങ് സാലറി അക്കൗണ്ട്. സാലറി അക്കൗണ്ട് എന്ന് പറയുന്ന എക്സ്പെൻസും ഔട്ട്സ്റ്റാൻഡിങ് സാലറി അക്കൗണ്ട് എന്ന് പറയുന്ന ഒരു ലയബിലിറ്റിയും. ഓക്കെ, അപ്പോൾ രണ്ടും 2500 അതാണ് ജേണൽ എൻട്രി വരുന്നത്. അപ്പോൾ അതൊക്കെ. പിന്നെ നെക്സ്റ്റ് വൺ എന്ന് പറയുന്നത് റിസീവ് 1800 ഫ്രം രാജ് ഹു ഓവ് 2000. ബാലൻസസ് ഇറിക്കവറബിൾ. അപ്പം 1800 നമുക്ക് രാജിൻ്റെ കയ്യിൽ നിന്ന് കിട്ടി. ബട്ട് രാജ് നമുക്ക് 2000 തരാനുള്ള ആളായിരുന്നു. ബാലൻസ് നമുക്ക് ഇറിക്കവറബിൾ ആണ്, കിട്ടത്തില്ല. അപ്പോൾ നമ്മൾ എങ്ങനെ എഴുതും? റിസീവ് 1800 നമുക്ക് കിട്ടി. അപ്പോൾ ക്യാഷ് അക്കൗണ്ട് ഡെബിറ്റിൽ 1800 നമുക്ക് കിട്ടി. പിന്നെ ബാഡ് ഡെറ്റ് എത്ര ഉണ്ട്? അപ്പോൾ കിട്ടാത്തതാണ് ബാഡ് ഡെറ്റ്. ബാഡ് ഡെറ്റ് അക്കൗണ്ട് ഡെബിറ്റ്. ബാഡ് ഡെറ്റ് അക്കൗണ്ട് ഡെബിറ്റ് എന്ന് പറയുന്നത് 200 നമുക്ക് കിട്ടുന്നില്ല. ടു മൊത്തം എത്ര തരാനുണ്ടായിരുന്നു? ടു രാജ് എന്ന് പറഞ്ഞിട്ട് ക്രെഡിറ്റിൽ ഫുൾ എമൗണ്ട് 2000. ഓക്കെ, അപ്പോൾ ഇതാണ് സെക്കൻഡ് ക്വസ്റ്റ്യൻ്റെ ജേണൽ എൻട്രീസ്.